നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായിട്ടുള്ള മിഥുനം രാശി അഥവാ ജെമിനി റൈസിംഗ് സൈൻ, അതായത് ജെമിനി അസെൻഡന്റ് അല്ലെങ്കിൽ മിഥുനൻ രാശി ലഗ്നമായിട്ടുള്ള ആളുകളുടെ സൂചനകളെ പറ്റിയാണ്. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ നമ്മൾ അതിനെപ്പറ്റി മേടൻ രാശിയെപ്പറ്റിയും ഇടവൻ രാശിയെപ്പറ്റിയും ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഈ രാശിയെപ്പറ്റിയും കൂടെ കൂടുതൽ മനസ്സിലാക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജെമിനി റൈസിംഗ് സൈൻ അഥവാ മിഥുനം ലഗ്നം കാലപുരുഷന്റെ 3-ാം ഭാവമാണ്. ധൈര്യവും വീര്യവും ദുർബുദ്ധിയും അതേപോലെ തന്നെ പരാക്രമങ്ങളും അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചിന്തിക്കുന്ന 3-ാമത്തെ ഭാവമാണ് കാലപുരുഷൻ്റെത്. ഗദാധാരിയായ പുരുഷനും വീണ വായിക്കുന്ന സ്ത്രീയുമാണ് ഈ രാശിയുടെ ചിഹ്നം. ഡ്യുവൽ പേഴ്സണാലിറ്റി ആണ് 1-ാമത്തെ ഇവരുടെ സൂചന. അതേപോലെ തന്നെ ദ വിറ്റ്നസ്, ദ ടീച്ചർ, ദ സ്റ്റോറി ടെല്ലർ, ദ ജേർണലിസ്റ്റ്, അങ്ങനെ തുടങ്ങി ബുധന് പറയുന്ന ഒരുപാട് ക്വാളിറ്റികൾ ഉള്ള ഒരു രാശിയാണ്. അതിശക്തമായിട്ടുള്ള ഗെയിം ചേഞ്ചിങ് സ്വഭാവങ്ങൾ. അതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാലപുരുഷന്റെ 3-ാമത്തെ രാശി ആയതുകൊണ്ടായിരിക്കാം ബിൽഗേറ്റ്സ് മുതൽ യോഗിമാർ വരെ, അല്ല യോഗിമാർ മുതൽ ബിൽഗേറ്റ്സ് വരെയുള്ള ഓരോ കാലഘട്ടത്തിലും ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ജനിച്ച ലഗ്നമാണ് മിഥുനം. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പുതിയ പുതിയ എക്സ്പെരിമെൻറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാനും സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഒക്കെ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഇവർക്ക് ഉണ്ടാവും. അതൊരു പ്രധാന ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇവരുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല്, എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്, അവരുടെ തോട്ട്സിനെ, അവരുടെ ഫീലിങ്സിനെ മറ്റുള്ളവരിലേക്ക് കൃത്യമായി ഡെലിവറി ചെയ്യുക എന്നുള്ളതാണല്ലോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അത് ഹൃദയത്തിൽ കൂടി സംസാരിക്കാനുള്ള കഴിവ്, ഹൃദയം കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഈ ലഗ്നക്കാർ. അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് സംസാരിക്കുകയാണെന്ന് തോന്നിപ്പിക്കാൻ കഴിവുള്ളവരുമാണ് ഈ ലഗ്നക്കാർ. ഏതൊരു സാഹചര്യത്തോടും അഡാപ്റ്റബിൾ ആവാനുള്ള കപ്പാസിറ്റി, നല്ലതും ചീത്തയുമായിട്ടുള്ള പല സാഹചര്യം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡ്യുവൽ, അതായത് യുഗ്മരാശിയാണ്. അല്ല, ഓജം യുഗ്മം ഓജരാശിയാണ്, പുരുഷരാശിയാണ്, മ്യൂട്ടബിൾ സൈനാണ്. ഇത് ഉഭയരാശിയാണ്, ഓജരാശിയാണ്, പുരുഷരാശിയാണ്. അതുപോലെ തന്നെ സ്ഥിരവുമല്ല ചരവുമല്ലാത്ത, മൂവ് ചെയ്യുന്നതുമല്ല സ്ഥിരമായിട്ട് നിൽക്കുന്നതുമല്ലാത്ത ഒരു മ്യൂട്ടബിൾ രാശിയാണ്. അറ്റ് ദ സെയിം ടൈം ഒരു പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് ഗദാധാരിയായ പുരുഷൻ, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഗദാധാരിയായിട്ടുള്ള, യുദ്ധം ചെയ്യാൻ സദാ സന്നദ്ധനായി നിൽക്കുന്ന ആളും അതേസമയത്ത് മറ്റുള്ളവരെ വീണ വായിച്ച് സന്തോഷിപ്പിക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള രാശി. 2 എക്സ്ട്രീം ലെവലുള്ള രാശി. സ്വഭാവത്തിൽ ഒരു സൈഡിൽ ദേഷ്യം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കഴിവ്, വല്ലാതെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ്, അതേ സമയത്ത് വേറൊരു സൈഡിൽ പാട്ടൊക്കെ കേട്ട് നന്നായിട്ട് സംസാരിച്ച് സന്തോഷവാനായിട്ടിരിക്കുന്ന, അല്ലെ സന്തോഷവതിയായിട്ടിരിക്കുന്ന, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ കഴിയുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഈ സൈനിനുള്ളത്. അതുപോലെ വളരെ ക്രിയേറ്റീവുമാണ്, ഇമാജിനേറ്റീവുമാണ്, ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ടാസ്കുകൾ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ടാസ്ക് ഒന്നൊരു വിഷയമേ അല്ല, അതൊക്കെ ഏറ്റെടുക്കും. അതുപോലെ തന്നെ ഒരു കാര്യത്തെ കീറി മുറിച്ച് കാണാനുള്ള കഴിവ്, എക്സ്റേ വിഷൻ, തുരന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കാര്യത്തെ കീറി മുറിച്ച് കാണാനുള്ള കഴിവ്, ബിയോണിക് ഇയേഴ്സ്, ഹ്യൂമർ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ വെരി വിറ്റി, അതായത് ഹ്യൂമർ സെൻസും സാഹചര്യങ്ങളോട് ഒരു വളരെ തമാശകളൊക്കെ പറഞ്ഞ ആ സാഹചര്യത്തെ ഒരു സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ വളരെ ഹൈ എനർജിയോടുകൂടി നിൽക്കാനുള്ള കഴിവ്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസും അതേപോലെ പല ആൾക്കാരും ജെമിനി സൈൻ ആവാനായിരിക്കും സാധ്യത. അല്ലെ, ബുധൻ എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ജെമിനി സൈൻ ആയിരിക്കും സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സലൻറ്റ് പ്രസൻറ്റേഷൻ സ്കില്ല്. 3-ാം ഭാവം തന്നെ നാച്ചുറലി ഒരു കമ്മ്യൂണിക്കേഷൻ ഭാവമാണ് കാലപുരുഷൻ്റെ. അപ്പോൾ ആ രാശി ലഗ്നമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ലഗ്നാധിപനും
പറയപ്പെടുന്ന രണ്ടാം ഭാവാധിപനായ ചന്ദ്രനും ഒക്കെ നല്ല ബലമുണ്ടെങ്കിൽ നാച്ചുറലി അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും, പ്രസന്റേഷൻ സ്കില്ലുണ്ടാവും. അതേപോലെ എബവ് ആവറേജ് ഇന്റലിജൻസ്, ഏതൊരു വിഷയത്തെയും സാധാരണ ആൾക്കാർ കാണുന്നതിൽ നിന്നും മാറി കുറച്ച് മുകളിലേക്ക് നിന്ന് കാണാനുള്ള കഴിവ്. ഈ രാശിയുടെ ചിഹ്നം തന്നെ ഈ രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ്. ഒരേ സമയം തന്നെ വാരിയറായിട്ടുള്ള യുദ്ധം ചെയ്യാനും സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും, യുദ്ധത്തിൽ എപ്പോഴും വളരെ പ്ലാനിങ് വേണം, വളരെ കണ്ണിങ് ആയിരിക്കണം. ഇല്ലെങ്കിൽ തല പോലെ യുദ്ധത്തിൽ ഒരാളുമായിട്ട് ഇടിയുണ്ടാക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ശത്രുവിൻ്റെ ആയുധത്തിൻ്റെ മുന്നിൽ ജീവൻ എന്നത്തേക്കുമായി നഷ്ടപ്പെടും. അതേസമയത്ത് വേറൊരു സൈഡിൽ കൂടെ ഇവർ സംഗീതം കൊണ്ടും കമ്മ്യൂണിക്കേഷൻ കൊണ്ടും ഫീലിങ്സ് കൊണ്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആൾക്കാരെ തന്നിലേക്ക് പിടിച്ചിരുത്തുന്ന വീണ വായിക്കുന്ന സ്ത്രീയും. ഈ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഒരുമിച്ച് ചിഹ്നമായി ഈ രാശിക്ക് വന്നിട്ടുണ്ട്. ഈ രാശിയുടെ പേര് തന്നെ മിഥുനം എന്നാണ്. അപ്പം മിഥുനം എന്ന് പറയുന്നത് മിഥുനമാണ്. അപ്പം ഒരു സെക്ഷൽ ഡിസൈഴ്സ് ഈ രാശി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ട്നേഴ്സിനോടുള്ള ഇറവക്കബിളി ബോൺ ടുഗദർ, അതായത് ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഒരു അടുപ്പം, വളരെ മനസ്സുകൊണ്ട് ഇമോഷണലി വളരെ അടുപ്പം തോന്നുന്ന പ്രകൃതം. ഇന്നത്തെ കാലത്തെ മോഡേൺ സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന ടിൻ ഫ്ലെയിം, അതേപോലെ സോൾമേറ്റ്, അതേപോലെ ബോൺ ടുഗദർനെസ്, അതേപോലെ കപ്പിൾസ്, ഇതെല്ലാം ഈ രാശിക്ക് ഒരുപാട് സാധ്യത ഉണ്ട്. പൊതുവേ ഈ രാശി ഞാൻ പറഞ്ഞല്ലോ വളരെ ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഒരു രാശിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ മോഡേൺ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയിൽ ആൾക്കാർ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ടിൻ ഫ്ലെയിം, സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന ഈ വേർഡ്സ്. അമേരിക്കൻ സ്പിരിച്വൽ പ്രൊപ്പറ്റായിരുന്ന എലിസബത്ത് ക്ലാരയാണ് ഈ ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ ഓഫ് ലവ് ആൻഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ, പ്രത്യേകിച്ച് ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് ആശയങ്ങളെ ഇന്നത്തെ കാലത്ത് തരികിട കളിക്കാനും കുഞ്ഞു കളിക്കാനും വേണ്ടിയിട്ട് ഇതിനെ ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഉണ്ട്. ആ ഗൈഡൻസിൽ അവർ പറയുന്ന ഒരുപാട് സങ്കല്പങ്ങൾ എനിക്ക് ഒരുപാട് പ്രാവശ്യം അത് നോക്കുമ്പം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങളത് പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. അവർ പറയുന്ന ഒരു 70-80% ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ അവർ തരുന്ന ടിൻ ഫ്ലെയിം സൂചനകൾ അല്ലെങ്കിൽ സോൾമേറ്റ് സൂചനകളും ഈ ജെമിനി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ മിഥുനം രാശിക്ക് ആയിട്ട് ചേർന്ന് വരുന്നു എന്നുള്ളതും കൂടി ഒരു ചിന്തനീയമായ കാര്യമാണ്. അതുപോലെ ഈ രാശിയുടെ റൂളിംഗ് പ്ലാനറ്റ് മെർക്കുറിയാണ്. അപ്പോൾ മെർക്കുറിക്ക് പറഞ്ഞ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മൃഗശീർഷം, അതായത് മകയിരത്തിൻ്റെ ചൊവ്വയുടെ നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രം, ആർദ്ര അഥവാ തിരുവാതിര നക്ഷത്രം രാഹുവിൻ്റെ നക്ഷത്രമാണ്. പിന്നെ പുണർദം എന്ന് പറയുന്ന നക്ഷത്രം ജൂപ്പിറ്റർ, അതായത് വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്. അതിൻ്റെ 3 പാദങ്ങളും. മൃഗശീർഷ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം ചൊവ്വ, 6ഉം 11ഉം ഭാവാധിപനായ ചൊവ്വ, അതേപോലെ രാഹുവിൻ്റെ നക്ഷത്രം, അതേപോലെ അവസാനത്തെ 3 എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെയും നക്ഷത്രത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻസ്, ഈ ഭാവാധിപത്യത്തിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻസ് ഈ രാശിയുടെ സ്വഭാവത്തിലേക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും. 7ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു 2ാം ഭാവത്തിൽ നിൽക്കുമ്പം എന്ന് പറയുന്നത് വിദ്യ വഴിയും അതേപോലെ തന്നെ കൂട്ടുകച്ചവടങ്ങൾ വഴിയും കല്യാണം വഴിയും അതേപോലെ തന്നെ ജോലി വഴിയും ഒക്കെ ഇവർക്ക് ധനവും മറ്റു കാര്യങ്ങളും ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇവരുടെ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും. അതുപോലെ തന്നെ 5ഉം 12ഉം ഭാവാധിപനെ പ്രണയവും ശയനസ്ഥാനത്തിൻ്റെയും സന്താനത്തിൻ്റെയും ഒക്കെ ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ 5ഉം 12ൻ്റെയും ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ എക്സോൾട്ടഡ് ആവുന്നത്, ഉച്ചനാവുന്നത് 10ാം ഭാവത്തിലാണ്, അതും കേന്ദ്രത്തിലാണ്. അതുപോലെ ലഗ്നാധിപൻ ഉച്ചനാവുന്നത് 4ാം ഭാവത്തിലാണ്. അതേപോലെ തന്നെ 9ാം ഭാവാധിപനായ ശനി ഉച്ചനാവുന്നത് 5ാം ഭാവത്തിലാണ്. അപ്പോൾ ഈ കേന്ദ്ര ത്രികോണാധിപന്മാർ ഉച്ചസ്ഥാനമെല്ലാം വരുന്നത് പൊതുവെ നല്ല സ്ഥാനങ്ങളിലായതുകൊണ്ട് തന്നെ ശുഭന്മാർക്ക് ബലമുണ്ട് എങ്കിൽ ജെമിനി അഥവാ മിഥുനൻ രാശിയിൽപ്പെടുന്നവർക്ക് തീർത്ഥാടന യോഗം, സ്പിരിച്വലി വളരാനുള്ള യോഗം, ഫിനാൻഷ്യലി സക്സസ് ആവാനുള്ള യോഗം, ഒരുപാട് ഗുണാനുഭവം, ഒരുപാട് സ്ട്രഗിൾ ഇവർ ഫേസ് ചെയ്യും. അവർക്കതൊരു വിഷയമേ അല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, ടാസ്കുകൾ ഇവർക്കൊരു വിഷയമേ അല്ല, ജുജുബി മാറ്ററാണ്. അപ്പോൾ അവരതൊക്കെ ഫേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ വിജയങ്ങളുടെ വഴികളിലേക്ക് ഇവർ യാത്ര ചെയ്യുകയും ചെയ്യും. ഒരു എക്സലന്റ് രാശിയാണ് ജെമിനി. അതുപോലെ തന്നെ വളരെ നല്ല സുഹൃത്തുക്കളുണ്ടാവും. വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ, പക്ഷെ വളരെ നല്ല സുഹൃത്തുക്കളുണ്ടാവും. ഇവരുടെ ഒരു പ്രധാന പ്രശ്നം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3ാം ഭാവാധിപൻ നീചനാവുന്ന 5ാം ഭാവത്തിലാണ്. ചില സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ വൻ പരാജയപ്പെട്ടു.
അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓപ്പോസിറ്റ് സെക്സിനെ കമ്മിറ്റഡ് ആക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇവർ വളരെ ഹൃദയം കൊണ്ടുമായിരിക്കും ഇടപെടുന്നത്. പക്ഷേ ബുദ്ധി കൊണ്ട് ഇടപെടുന്നവരുടെ അടുത്ത് ഇവർ ഇടപെട്ടാൽ തോറ്റുപോയവർ പരാജയപ്പെടുത്തും. മിഥുനം രാശിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇവരെ ബുദ്ധി കൊണ്ട് തോൽപ്പിക്കാം. ഹൃദയം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇവരെ ബുദ്ധി കൊണ്ട് തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിൻസിയറായിട്ട് പ്രണയിക്കാനുള്ള കഴിവ്, അതേപോലെ പഞ്ചാര അടിക്കാനുള്ള കഴിവ്, സംസാരിച്ച ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ ഒരു റാപ്പ് ഉണ്ടാക്കാനുള്ള കഴിവ്, മൊത്തത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആണ് ഈ രാശി എന്ന് പറയുന്നത് തന്നെ. ബേസിക്കലി ഈ ജെമിനിയൻ റിസോഴ്സിനെ വൺ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം പറയാം, ക്യൂരിയോസിറ്റി അഥവാ ജിജ്ഞാസ. ജിജ്ഞാസയും ക്യൂരിയോസിറ്റിയുമാണ് ജെമിനി റൈസിംഗ് സൈനിന്റെ ബേസിക് നേച്ചർ. അതിലൊരു സംശയം വെക്കണ്ട. ഇവരുടെ ഷാഡോ സൈഡുകൾ ഞാൻ ഒന്ന് പറഞ്ഞു. ഇതേപോലെ മനസ്സുകൊണ്ട് പോയി ഇടപെടുമ്പം ബുദ്ധി കൊണ്ട് സ്നേഹിക്കുന്നവരുടെ അടുത്ത് പോയാൽ, ലോജിക്കലി തിങ്ക് ചെയ്യുന്നവരുടെ അടുത്ത് പോയാൽ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടും. നിങ്ങളെ വെറുതെ ചൊട്ടിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്വഭാവമായതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ മടിയുടെ അങ്ങേയറ്റം, വേറൊരു സൈഡിൽ ഹാർഡ് വർക്കിന്റെ അങ്ങേയറ്റം. ഒരു സൈഡിൽ എക്സലന്റ് ആയിട്ടുള്ള പ്രസന്റേഷനും കഴിവുകളും, വേറൊരു സൈഡിൽ ഭയങ്കര മടി, അതിലേക്ക് എത്തിക്കാൻ ഭയങ്കര പാട്. ഒരു സൈഡിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ, വേറൊരു സൈഡിൽ ഐഡിയാസിന് വേണ്ടിയിട്ട് മാസങ്ങളോളം വെറുതെ ഇരിക്കും. വളരെ രണ്ട് ഐലൻഡുകളിൽ കിടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുടെ ആകെത്തുകയാണ് ഈ രാശി. പല തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരേ സമയം ഇൻട്രസ്റ്റഡ് ആവുക, എന്നിട്ട് ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ ഓടിക്കൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ ഒരേ സമയം 25 ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചു കളയാൻ ചിലപ്പോൾ. അല്ല, ഒരു സൈഡിൽ ബിസിനസ്, ഒരു സൈഡിൽ പട്ടി വളർത്തൽ, വേറൊരു സൈഡിൽ കൂടെ പാട്ട് പാടാൻ പോവുക, വേറൊരു സൈഡിൽ കൂടെ ഡാൻസ്, അതേ സമയം തന്നെ വീട്ടിലെ കാര്യം നോക്കൽ. ഇങ്ങനെ ഒരേ സമയം തന്നെ നിരവധി വിഷയങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും എന്നാൽ എല്ലാം കൂടി ഒരുമിച്ച് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു ഷാഡോ സൈഡാണ്. ഇവർ ഭയങ്കരമായിട്ട് ഞെരുങ്ങും. അത് ഇവരുടെ ഒരു ദോഷവശമാണ്. അതുപോലെ തന്നെ ബോഡിയിലെ കമ്മ്യൂണിക്കേഷൻ ഏരിയ ആയിട്ടുള്ള ബ്രെയിൻ, ന്യൂറോൺസ്, അതേപോലെ തന്നെ ബ്രെയിൻ ട്രാൻസ്മിറ്റേഴ്സ്, കമ്മ്യൂണിക്കേറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഡാമേജ് ആവാനുള്ള സാധ്യതയാണ് ഒരു രോഗലക്ഷണമായിട്ട് പ്രധാനമായിട്ടും പറയുന്നത്. ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട. ഏത് കാര്യത്തിനും തന്ത്രപരമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് ഗദയുമേന്തി മുന്നോട്ടിറങ്ങുന്ന പുരുഷൻ യുദ്ധതന്ത്രങ്ങളിൽ വേണ്ട സർവ്വകൗശലതകളും കാണിച്ച് അവിടെ വിജയിക്കുകയും അതേസമയം തന്നെ വ്യത്യസ്തതകൾ നിറഞ്ഞ സഭയിൽ ആ ഗദാധാരിയായ പുരുഷന്റെ സ്വഭാവം മൊത്തവും മാറി വീണ വായിക്കുന്ന സ്ത്രീയായി മാറി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും അവരുമായി സന്തോഷത്തിൽ ഇടപെട്ട് അവരെ അടുപ്പിച്ച് നിർത്തി ഒരിക്കൽ പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാനാവാത്ത രീതിയിലുള്ള ഒരു സംഗീത വിസ്മയം തീർക്കുന്ന ഒരു വീണ കലാകാരിയെ പോലെ അവര് പെരുമാറിക്കളയും. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തിരക്കുകൾ നിയന്ത്രിക്കാൻ പറ്റാതെ പോവുക, ഇമോഷണൽ എക്സോഷൻ, അതായത് എക്സോസ്റ്റ് ആയി പോവുക, മൊത്തത്തിൽ ഇമോഷണലി തളർന്ന് തരിപ്പണമായി പോവുക, അമിത ആവേശത്തോടുകൂടി നിരവധി വിഷയങ്ങൾ ഒരേ സമയം ഏറ്റെടുത്ത് നടത്താൻ കാണിക്കുന്ന വിവരദോഷങ്ങൾ, ഹൃദയം കൊണ്ട് ജീവിക്കാൻ നോക്കുമ്പോൾ ബുദ്ധി കൊണ്ട് കൗശലം കാണിക്കുന്നവരുടെ മുന്നിൽ അസാധ്യ കൗശലശാലിയായിട്ടുള്ള മിഥുനം തളർന്ന് ഇരുന്നു പോകും. കാരണം പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ കൊണ്ട് നടക്കുന്നത്. കാലപുരുഷന്റെ മൂന്നാമത്തെ രാശി ആയതുകൊണ്ട് എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ജന്മങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരുടെ എക്സിക്യൂഷൻസ്, ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യുമ്പം പ്ലാനിങ് ഇല്ലാതെ ചെയ്താൽ, ഇവരുടെ ടാക്ടിക്സ് ഒക്കെ ഒരു പ്ലാനിങ് ഇല്ലാതെ ചെയ്താൽ, ഏതൊരു രഥവും ഓടിക്കണമെങ്കിൽ നല്ലൊരു തേരാളി ആവശ്യമാണ്. അത് മറന്നു പോകരുത്. ഇവരുടെ കൂട്ടിന് ഇവരെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ഒരു ബലം, അമ്മയുടെ രൂപത്തിലോ അച്ഛന്റെ രൂപത്തിലോ സുഹൃത്തിന്റെ രൂപത്തിലോ കാമുകിയുടെ രൂപത്തിലോ ഈശ്വരന്റെ രൂപത്തിലോ എന്തെങ്കിലും ഒരു ബലം, എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ബോധത്തിന്റെ നിയന്ത്രണം ഇവരുടെ കയ്യിലേക്ക് വരും. നന്നായി സംസാരിക്കുന്നവർ, ലിസൺ ചെയ്യുന്നവർ, എന്ത് വിഷയത്തെയും സ്കാൻ ചെയ്ത് ക്ലൂ കണ്ടുപിടിക്കുന്നവർ, മീനിങ് ഫുൾ ആയിട്ടുള്ള ജസ്റ്റേഴ്സ് കാണിക്കുന്നവർ, എപ്പോഴും തന്റെ പകുതി ഭാഗം മാത്രം പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നവർ. ഒരേ സമയം രണ്ട് സ്വഭാവം ഉണ്ടാവും അവർക്ക്. അടുത്തിടപഴകുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. രണ്ട് സ്വഭാവം ഉണ്ടാവും അവർക്ക്. ഒരേ സമയം വളരെ വിറ്റിയായിട്ടുള്ള, വളരെ കോമഡി ആയിട്ടൊക്കെ ചിരിക്കുകയും ചെയ്യുന്ന സമയത്ത് വളരെ ദേഷ്യവും വളരെ സീരിയസ് ആയിട്ടും ഉള്ള ഒരു സ്വഭാവം ഇവർക്കുണ്ടാകും. ആ ചിഹ്നം പോലെ തന്നെ ഇവരുടെ ഒരു വല്ലാത്തൊരു മാഡ് ജസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് കരകയറുകയും അതിനെ സോൾവ് ചെയ്യുകയും വീണ്ടും പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോകാനും ഒക്കെ ഒരു പ്രശ്നവും ഇല്ല എന്നതുള്ളതാണ് ഈ സൈനിന്റെ ഏറ്റവും വലിയ
ഗുണങ്ങൾ പറയുന്നത്. ഒരുപാട് ഷാഡോ സൈഡ്സ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഞാൻ പറഞ്ഞു. പൊതുവെ ഈ രാശിക്ക് ബലവാനാണെങ്കിലും ചന്ദ്രൻ അത്ര നല്ലതായിട്ട് കണ്ടിട്ടില്ല. അതേപോലെ മാരകന്മാരെ കുറിച്ച് പറഞ്ഞ വീഡിയോ കണ്ടിട്ട് അതിന്റെ നോട്ട്സ് ഇവിടെ എഴുതി വെച്ച് നിങ്ങളത് പഠിക്കുക. ഈ രാശിയുടെ നോട്ട് എഴുതുമ്പോൾ അവിടെ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഗുണം തരുന്നത് ദോഷം തരുന്നതെന്ന് പഠിക്കുക. അതേപോലെ തന്നെ ഇതിനകത്ത് 3 നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. ആ നക്ഷത്രത്തിന്റെ അധിപന്മാരെ കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു. അവരുടെ മുകളിലൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യസ്തതകളെ കുറിച്ചും പഠിക്കുക. അതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളും ഭാവത്തെക്കുറിച്ചുള്ള പാഠങ്ങളും കൂടെ ഫ്യൂസ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ആകെത്തുകയായിട്ട് നിങ്ങളൊന്ന് പഠിച്ച് ഏതെങ്കിലുമൊക്കെ ജാതകങ്ങളൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കൂ. ഈ ഫലമെല്ലാം കറക്റ്റായിട്ട് വരികയും ചെയ്യും. ഇതൊരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള, ഒരുപാടെടുത്ത് പറഞ്ഞ് ഞെട്ടിച്ചിട്ടുള്ള, ഒരുപാട് പ്രാവശ്യം അനുഭവത്തിൽ വന്നിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. ഇത് കുറേ വർഷത്തെ എക്സ്പെരിമെൻറ്റുകളും ഒബ്സർവേഷനും കൊണ്ട് കണ്ടെത്തിയതാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ കണ്ടെത്താൻ വിട്ടുതരുന്നു. 12 രാശികളിൽ ഈ രാശി ഒരു ട്വിൻ രാശിയാണ്. 2 മനുഷ്യർ ഒരുമിച്ച് വരുന്ന ഒരു രാശിയാണ്. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൈനാണ് ജെമിനി റൈസിങ് സൈൻ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സൈൻ ഉദിച്ചു നിന്നപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സൈൻ ഇത്രയും ഫേവറേറ്റ് ആയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.